ഹലോ ആമി. തട്ടിയാ മതി. മോളെ കഥ അച്ഛൻ വന്നു. മോളെ മോളിങ്ങി വന്നേ. മോളെ തുറക്ക് മോളെ. ഞാൻ തുറക്കാം. മോളെ മോനെ എങ്ങനെയുണ്ടടാ? പ്ലാസ്റ്റർ ഒക്കെ എടുക്കാറായോ? നാളെ കൊണ്ടുപോകണം അല്ലേ അമ്മേ? മക്കളെ ഡേ ഉമ്മ. അച്ഛനെ 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുമ്പോഴേ എന്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോവാം. വേണ്ട, അമ്മയ്ക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാവൂ. അമ്മ വിളിച്ച് ഡോക്ടറിന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകണ്ടല്ലേ? വിളിപ്പിച്ചിരിക്കല്ലേ? മോനെ ഞാൻ കൊണ്ടുപോവാം ഹോസ്പിറ്റലിൽ. ആ ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് കുറച്ചുകൂടെ നല്ല ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. വേണ്ട, വേറെ നല്ല ഡോക്ടറുടെ ആവശ്യമൊന്നും കുഞ്ഞിനില്ല. അച്ഛൻ വഴക്കുണ്ടാക്കാനാണോ വന്നേ? ആമി മിണ്ടായിരിക്കെ. ആനിക്കുഞ്ഞമ്മ പറഞ്ഞല്ലോ അച്ഛൻ വരുന്ന വഴക്കിടാനാണെന്ന്. ആണോ അച്ഛാ? അല്ല മോളെ, അച്ഛൻ വന്ന് വഴക്കിടാനൊന്നും അല്ല. രണ്ടുപേരുടെയും കൂടെ കുറച്ചു ദിവസം നിൽക്കാനാ അച്ഛൻ വന്നത്. താമസിക്കാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നോക്ക്, 2 പേർക്കുള്ള ഡ്രസ്സും അച്ഛൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛനപ്പ ഞങ്ങളുടെ കൂടെ ആണോ കിടക്കുന്നേ? ആ 2 പേരുടെയും കൂടെ. കുറെ നാളായല്ലേ അച്ഛൻ മക്കളുടെ കൂടെ കിടന്നിട്ട്, അല്ലേ മോനെ? അപ്പൊ അമ്മ അച്ഛൻ്റെ കൂടെ ആണോ കിടക്കുന്നേ? അതെ, ഞാൻ മക്കളുടെ കൂടെ കിടക്കാനല്ലേ വന്നത്. അതിനുള്ള സൗകര്യമല്ലേ ഇവിടെ ഉള്ളൂ. അച്ഛൻ ദാ ഇവിടെ കിടന്നോളാം. അപ്പൊ അമ്മയോ? വേണ്ട, അച്ഛൻ ഇവിടെ കിടക്കണ്ട, അമ്മ കിടന്നാ മതി. അതെന്താ 2 ദിവസം അച്ഛൻ കിടക്കാം? വേണ്ട, അമ്മ കൂടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ. സമയത്ത് മരുന്ന് തരുന്നതും ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും അമ്മയാ. അതൊക്കെ ഇനി അച്ഛൻ ചെയ്തോളാം. വേണ്ട, ഇത്രയും നാളും അമ്മയല്ലേ ചെയ്ത്. അമ്മ ചെയ്താ മതി. അമ്മ അടുത്തിരുന്ന് കാല് തിരുമ്മി തരുമ്പോഴേ എനിക്ക് ഉറക്കം വരൂ. അത് അമ്മയ്ക്കേ പറ്റൂ. അച്ഛൻ അമ്മയായിട്ട് വഴക്കിടാൻ വന്നതല്ലേ? അച്ഛൻ പൊക്കോ. മക്കളെ അച്ഛൻ വഴക്കിടാമെന്നല്ല. വേണ്ട, അച്ഛൻ പൊക്കോ. അമ്മേ, അച്ഛന്റെ പെട്ടിയൊക്കെ എടുത്ത് അച്ഛന്റെ കൂട്ടുകാരനില്ലേ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ. അച്ഛൻ പൊക്കോ. അമ്മേ, തലവേദനിക്കുന്നു അമ്മേ, ഒന്ന് തടവിത്ത.